ഹായ് ഓൾ, വെൽക്കം ടു ജാസ്മിഷ് തിങ്സ്. ഈ വീഡിയോയിൽ എൻ്റെ കുറച്ച് തള്ള വൈബ്സ് കാണാം. ഞാനും മോളും അവളുടെ കുറച്ച് ഫ്രണ്ട്സും കൂടെ ജൂലൈ ഫസ്റ്റ് വീക്ക് ഫോറം മാളിൽ ഒരു ചെറിയ കോൺസേർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയില്ല അവിടെ ആരൊക്കെയാണ് വരണമെന്ന്. ഇവളുടെ നിർബന്ധത്തിലാണ് നമ്മൾ പാസ് എടുത്ത് ടിക്കറ്റ് എടുത്ത് പോകുന്നത്. അപ്പോൾ ഇവളുടെ ഫ്രണ്ട് കൂടെ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തു. ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് പോകുന്നത്. അവിടെ കുറേ ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണ് പെർഫോം ചെയ്യുന്നതെന്നോ എന്താണ് പരിപാടിയെന്നോ ആരൊക്കെയാണ് വരുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഇവള് പറഞ്ഞനുസരിച്ചിട്ടാണ് ഞാൻ കൂടെ പോകുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഗാർഡിയനായിട്ട് പോവുകയാണ്. പിള്ളേർക്കകത്ത് കയറണമെങ്കിൽ ഗാർഡിയൻ കൂടെ വേണം. അപ്പം ഞാൻ തള്ള കളിക്കാൻ പോവുകയാണ് അവിടെ. ഇത് റനയുടെ ബെസ്റ്റ് ഫ്രണ്ട് അതുല്യയുടെ വീട് മരട് ഫോറം മാളിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് അതുല്യ ജോയിൻ ചെയ്തു. ഞങ്ങൾ 3 പേരും കൂടിയാണ് മാളിലേക്ക് പോയത്. അങ്ങനെ ഞങ്ങൾ മാളിലെത്തി. ഭയങ്കര തിരക്കായിരുന്നു അവിടെ. ഞാൻ ഈ പിള്ളേരോട് ചോദിക്കുന്നുണ്ട്, ആരാ വരണേ ഇവിടെ ഇത്രയും തിരക്ക്, അയ്യോ എന്തോരം ആൾക്കാരാ ഇവിടെ, ആരാ വരണേ? ഇവര് പറയുന്നുണ്ട്, മമ്മി തള്ള വൈബ് ഇറക്കല്ലേ, ക്രിഞ്ചാവും, ക്രിഞ്ചടിക്കല്ലേ എന്നൊക്കെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇവര്. അങ്ങനെ അവളുടെ വേറെ കുറേ ഫ്രണ്ട്സ് കൂടി വെയിറ്റ് ചെയ്തിരുന്നവരെ ഞങ്ങൾ മീറ്റ് ചെയ്തു. ഞങ്ങളുടെ കയ്യിലൊക്കെ ടാഗൊക്കെ അടിച്ചു തന്നിട്ടാണ് അവരകത്തേക്ക് വിട്ടത്. അപ്പോൾ എല്ലാവരും അവിടെ മീറ്റ് ചെയ്തിട്ട് ഓരോരുത്തരും എവിടെ നിൽക്കും, കഴിയുമ്പോൾ എവിടെ നിൽക്കും എന്നൊക്കെ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തേക്കും പരിപാടി തുടങ്ങി. അവിടെ പ്രോഗ്രാമിന് വന്നിരിക്കുന്ന എല്ലാവരും ടീനേജേഴ്സാണ്, ചെറിയ പിള്ളേരാണ്. അപ്പം ഞാൻ മാത്രമാണെന്ന് തോന്നുന്നൊരു മമ്മി കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പിള്ളേരുടെ നിർബന്ധത്തിന് വന്നാണല്ലോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഓവറായിട്ട് ക്രൗഡിൻ്റെ ഇടയിലേക്ക് പോകാനൊക്കെ ഒരു ചമ്മലാണ് എപ്പോഴും. അപ്പോൾ ഞാനിങ്ങനെ പുറകിൽ നിൽക്കുകയാണ് വെയിറ്റ് ചെയ്ത്. അപ്പോൾ ഈ പിള്ളേരാണെങ്കിൽ ഫ്രണ്ടിൽ പോയി കാണണം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു ചെക്കൻ അവിടെ നിന്ന് സ്റ്റേജിൽ നിന്ന് പാടുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കേണ്ട, അതാരാ പാടണേ, അതാരാ, ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇതുവരെ. അപ്പോൾ ഇവർ പറഞ്ഞു DKP ആണ്, DPK ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇയാളെയൊന്നും അല്ല കാണേണ്ടത്, ഇവർക്ക് വേടനെ കാണണം. അപ്പം ഞാൻ ചോദിച്ചു, വേടനോ, അതാരാ? അപ്പോൾ പറഞ്ഞു, അത് പാട്ട് പാടുന്ന ഒരു ചേട്ടനാണ്. അപ്പോൾ ആ പുള്ളി വരുമ്പോഴാണ് ഇവർക്ക് ഫ്രണ്ടിൽ പോയി കാണേണ്ടത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ എന്നെ കൊണ്ട് വന്നേക്കണത്. It's
Bora, make some noise! അതാണ് അപ്പൊ നമ്മളൊരു അൺറിലീസ്ഡാണ് ഇവിടെ പ്ലേ ചെയ്യാൻ പോണത്. ട്രാൻസ്ഫർ ബി ഔട്ട് സൂൺ. പൊളിക്കല്ലേ? Let's go. പിന്നെ എന്നോട് വീട്ടിൽ നിന്ന് മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാട്ടൊക്കെ കേൾക്കും മമ്മി, ഡാൻസ് ഒന്നും കളിക്കരുതെന്ന്. ലാലേട്ടൻ്റെ പാട്ടില്ലാണ്ട് ഞാൻ ഡാൻസ് കളിക്കൂല. അപ്പോൾ ഞങ്ങളവിടെ അങ്ങനെ നോക്കിക്കാണ്. ഇവരുടെ ഫേവറേറ്റ് ആൾ വന്നിട്ടില്ല പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഭയങ്കര തിരക്കായിരുന്നുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ക്രൗഡിൻ്റെ നടുക്ക് പോയില്ല. സൈഡിലാണ് ഞങ്ങൾ നിന്നിരുന്നത്. ഞങ്ങളും അവളും കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് സ്റ്റേജിൻ്റെ സൈഡിലായിട്ടാണ് നിന്നത്. എന്തൊരു ആൾക്കാരാടാ. എല്ലാം കൊച്ചിന്നാണല്ലോ. ഈ ലൈറ്റ് ഒന്ന് ഓഫാക്കോ? ഇവരെയൊക്കെ ഒന്ന് കാണണം. മച്ചവരെ ഞങ്ങളും കൊച്ചി തന്നെയാണ്. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കണം. ഇരുള് പൊരുള് ഇരുള് പൊരുള് മറക്ക് മുത്തനണി വിട്ട് പിറക്ക് ആഴിയിൽ വീണല ഉരിക്ക് ആയുധമായി ഉരുവടി നിന്നിടലിൽ തന്നത് പിന്നെങ്കിൽ ഒരു പോകാതെ ഉയരും പിന്നെ ഒരു കാര്യം ഒരേ ഒരു കാര്യം അങ്ങനെ പരിപാടിയൊക്കെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മഴ പെയ്തത്.
ഞങ്ങൾ സൈഡിലായിട്ട് നിന്നിരുന്നതുകൊണ്ട് തന്നെ കുറച്ചധികം മഴ കൊണ്ടു. അപ്പോൾ ഞാൻ മോളെയും ഫ്രണ്ടിനെയൊക്കെ വിളിച്ചിട്ട് തല തോർത്ത് കർച്ചീഫൊക്കെ എടുത്ത് ഞാൻ തലയൊക്കെ തോർത്തി കൊടുക്കുകയാണ്. കാരണം സ്കൂളിൽ പോകേണ്ടതല്ലേ പിറ്റേ ദിവസം. അപ്പോൾ മഴ നനഞ്ഞു കഴിഞ്ഞാൽ പനി എന്തെങ്കിലും വന്നാലോ എന്ന് ഓർത്തിട്ട് എന്നിട്ട് ഞാൻ ആ കർച്ചീഫൊക്കെ തലയിലിട്ടാണ് അവിടെ നിന്നത്. കാരണം എനിക്ക് മഴ കൊള്ളാണ് ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. Push it to the back and move it to the front. അതിൽ നിറങ്ങൾ പൊട്ടിക്കെട്ടും കൊട്ടാരം അതിൽ. പിന്നെ മഴ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളും ഇറങ്ങി അവിടുന്ന്. പിന്നെ ഞങ്ങൾ ഫോറം മാളിൻ്റെ അകത്തേക്ക് കയറി സ്നാക്സും കുറച്ച് കഴിക്കാൻ എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങൾ ഫ്രൂട്ട്സൊക്കെ കഴിച്ച് ഞങ്ങൾ വൈകിട്ട് 5:30 ആയപ്പോൾ എത്തിയതാണ്. പിന്നെ ഈ പ്രോഗ്രാം കഴിഞ്ഞപ്പോഴത്തേക്കും 10 മണി അടുത്ത് ആറായി. അപ്പോൾ അത്രയും നേരം വിശന്ന് നിന്നതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും കഴിക്കണം എന്നുള്ള ഇതിൽ ഫോറം മാളിൻ്റെ അകത്തേക്ക് കയറി. പിന്നെ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്നു. ലുലു ഡെയിലിയിലും താഴ്ത്തു ഇങ്ങനെ കുറച്ച് ഷോപ്പിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അതുല്യനെ ബാക്കി എല്ലാവരെയും പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ പാരൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരെയും മീറ്റ് ചെയ്തിട്ട് അവിടെ കറങ്ങി നടന്നിട്ട് തിരിച്ചു പോന്നു അപ്പോൾ തന്നെ.